നമസ്കാരം. പോളിംഗ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ചുമതലകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കേണ്ടതാണ്. മായ്ക്കാൻ പറ്റാത്ത മഷിയുടെ കാര്യത്തിൽ നല്ല സൂക്ഷ്മത പുലർത്തണം. തന്നിട്ടുള്ള കപ്പിൽ മണൽ നിറച്ച് അതിന് നടുവിൽ അത് ഫിക്സ് ചെയ്യണം. മോക്ക് പോളിന് ശേഷം ഡിസ്കണക്റ്റ് ചെയ്ത കൺട്രോൾ യൂണിറ്റ് വീണ്ടും കണക്റ്റ് ചെയ്യുക. എല്ലാ കണക്ഷൻസും പ്രോപ്പറാണ് എന്ന് ഉറപ്പുവരുത്തുക. കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുക. കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീനിൽ വോട്ടുകളും ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻ, ഡയറി തുടങ്ങിയവ പ്രിസൈഡിംഗ് ഓഫീസറുടെ ടേബിളിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പൂരിപ്പിക്കാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഡയറിയിൽ തലേദിവസം തന്നെ പൂരിപ്പിച്ചിരിക്കുമല്ലോ. എങ്കിലും കൃത്യതയോടുകൂടി സമയബന്ധിതമായി മറ്റു കാര്യങ്ങൾ ഫില്ല് ചെയ്യുവാൻ വേണ്ടിയാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻ 3 ഭാഗങ്ങളായിട്ടാണുള്ളത്. പാർട്ട് 1 പോളിംഗ് തുടങ്ങുന്ന സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. അതുപോലെ തന്നെ പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടതും ആണ്. വിസമ്മതിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കാൻ വിസമ്മതിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാരുടെ പേരും അവരുടെ സ്ഥാനാർത്ഥികളുടെ പേരും കൂടി അതിനകത്ത് എൻ്റർ ചെയ്യാൻ ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ EVM മാറ്റിവെക്കേണ്ടി വന്നാലാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡീക്ലറേഷൻ്റെ പാർട്ട് 2 ഫിൽ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ പോളിംഗ് അവസാനിക്കുമ്പോൾ പാർട്ട് 3 ഫിൽ ചെയ്യും. പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സീക്രസി ഓഫ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് വാൺ ചെയ്യേണ്ടതാണ്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള വാണിംഗ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൽ 67-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നു. അത് വായിക്കുക. പോളിംഗ് ബൂത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റുന്നവരെക്കുറിച്ചാണ് പറയുന്നത്. വോട്ടർമാർ, പ്രിസൈഡിംഗ്, ഫസ്റ്റ് പോളിംഗ്, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഏജൻറ്റ് ഒരേ സമയം, സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റുമാർ, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ആൾക്കാർ, വോട്ടറോടൊപ്പമുള്ള കൈക്കുഞ്ഞ്, തിരിച്ചറിയാൻ പ്രായമായ കൈക്കുഞ്ഞുങ്ങൾ പറ്റില്ല. അതുപോലെ അന്ധരും അവശരുമായ ആൾക്കാരുടെ വോട്ട് രേഖപ്പെടുത്തുവാൻ വരുന്ന അവരുടെ സഹായി, പ്രിസൈഡിംഗ് ഓഫീസർ അനുവദിക്കുന്ന ആളുകൾ, അതായത് ഒരു വോട്ടറെ തിരിച്ചറിയുവാൻ വേണ്ടി ക്യൂവിലുള്ളവരെയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരെയോ വിളിക്കുവാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. ക്രമസമാധാന പരിപാലനത്തിനായി പോലീസിനെ വിളിക്കാനും അധികാരമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കണം. എങ്കിലും സീനിയർ സിറ്റിസൺസിന് മുൻഗണന നൽകേണ്ടതാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ. മാർക്ക്ഡ് കോപ്പിയുടെ കസ്റ്റോഡിയനാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. അതുപോലെ തന്നെ പ്രവാസി വോട്ടർ പട്ടികയുടെയും. പ്രവാസി വോട്ടർ പട്ടികയിലുള്ള വോട്ടർ വോട്ട് ചെയ്യാൻ വന്നാൽ പാസ്പോർട്ട് തന്നെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കണം. ഒരു വോട്ടറെ തിരിച്ചറിയേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാന ചുമതലയാണ്. വോട്ടറെ തിരിച്ചറിയുവാനുള്ള രേഖകളാണ് സ്ക്രീനിൽ കാണുന്നത്. വോട്ടർ ID കാർഡ്, എപ്പിക്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, അതുപോലെ തന്നെ 6 മാസം മുമ്പ് എടുത്ത നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഐഡൻറ്റിറ്റി കാർഡ്, അതുപോലെ ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടിച്ചേർക്കപ്പെടുന്ന വല്ല രേഖകളുമുണ്ടെങ്കിൽ അതും ഐഡൻറ്റിഫിക്കേഷനായി ഉപയോഗിക്കാം. വോട്ടറെ തിരിച്ചറിഞ്ഞ ശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പറും അദ്ദേഹത്തിൻ്റെ പേരും ഉറക്കെ വായിക്കണം. ഇത് സെക്കൻഡ് പോളിംഗ് ഓഫീസറും എല്ലാ പോളിംഗ് ഏജൻറ്റുമാരും കേൾക്കണം. ഉദാഹരണത്തിന് 124 മനോഹരൻ. അതിനുശേഷം മാർക്ക്ഡ് കോപ്പിയിൽ ഇടത്തെ ഭാഗം താഴെ നിന്ന് വലതുഭാഗം മുകളിലേക്ക് ഒരു ചുവന്ന വര വരയ്ക്കുക. സ്ത്രീ വോട്ടറാണെങ്കിൽ ക്രമനമ്പറിന് ചുറ്റും ഒരു വൃത്തം വരയ്ക്കുക. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ T എന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരുടെ കണക്ക് അല്ലെങ്കിൽ പുരുഷ വോട്ടർമാരുടെ കണക്ക് മണിക്കൂറുകൾ ഇടവിട്ട് പോൾ മാനേജർ ആപ്പിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിനായി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നേരത്തെ തന്നെ 1 മുതൽ 600 700 വരെ അക്കങ്ങൾ
ക്രമമായി എഴുതി വെച്ചതിന് ശേഷം ആദ്യത്തെ സ്ത്രീ വോട്ടർ വരുമ്പോൾ 1 കട്ട് ചെയ്യുക, 2, 3, 4 അങ്ങനെ സ്ത്രീ വോട്ടർമാരുടെ കണക്കെടുക്കുക. വോട്ടർമാരെ തിരിച്ചറിയലും സ്ത്രീ വോട്ടർമാരുടെ അല്ലെങ്കിൽ പുരുഷ വോട്ടർമാരുടെ കണക്കെടുക്കലും ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ചുമതലയിൽ പെടുന്നു. നമസ്കാരം.